അപ്പോൾ അവിടെ വർക്ക് ചെയ്ത 3 കുട്ടികൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ബേസിക്കലി പറയും, ഞങ്ങളുടെ കമ്പനിയുടെ QR കോഡ് വർക്ക് ചെയ്യും, ആ QR കോഡ് കാണിക്കുന്നു, അതിലോട്ട് പൈസ മാറ്റുന്നു. ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത്, എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിനെ അറിയിക്കണമെന്ന്. അപ്പൊ ഇവിടെ വിചാരിച്ചു അധികം പേരൊന്നും അയക്കില്ലായിരിക്കും, കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ഇങ്ങനെ മെസ്സേജ് വരുന്നു, ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തെ ഇവർക്ക് ഇതിന് അപകടം കൂടിയിട്ട് ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാ, അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്നു. അപ്പൊ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നു. ഇതിന്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്ന് കിട്ടിയ പറഞ്ഞു, ഞങ്ങളുടെ ഇതിന് പൈസ തരാം, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റില്ല, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇവര് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇത് ഉൾപ്പെടെ വീഡിയോക്കകത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ എൻ്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്തൊരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു. ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത സംഘത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ ഇതിന്റെ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മെയിലും അയച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് വളരെ പോസിറ്റീവായ മറുപടിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഞാൻ അറിയുന്നില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും. അപ്പൊ എനിക്കവിടെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ചില ദിവസങ്ങൾ കസ്റ്റമേഴ്സ് വന്നു ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വയ്യാതിരുന്നത് കൊണ്ട് തന്നെ CCTV ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും ആയിരുന്നില്ല ഞാൻ. പിന്നെ അശ്വിന് പറ്റുമ്പോഴൊക്കെ അശ്വിൻ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അല്ലാത്തപ്പോൾ അയാളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു സംഭവിച്ചത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിൻ്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. ഞാൻ പേഴ്സണലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല, എനിക്ക് വയ്യായിരുന്നു, പോയില്ല. ഇല്ല, ലാസ്റ്റ് ഒരു ത്രെട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു. 31-ാം തീയതി എന്നെ വിളിച്ച് സംസാരിച്ചു രാത്രി. അതിനുശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ ത്രെട്ട്.